ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കഥ നിങ്ങളോട് പറയാം. അപ്പോൾ കഥ അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൻ്റെ 26, 27. കേൾക്കുമ്പോൾ ഇച്ചിരി വലുതാണെന്ന് തോന്നും, എന്നാൽ അത് ഒത്തിരി പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് പഠിച്ചിരിക്കണം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പി. ഒന്നോടെ നമുക്ക് വാക്യം വായിക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നമ്മൾ എവിടെയാണ് പെസഹ ഒരുക്കണമെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ല്, ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അവനോട് പറയണം, ഈ കർത്താവും ശിഷ്യന്മാരും കൂടെ നിൻ്റെ അടുക്കലാണ് പെസഹ ഒരുക്കണമെന്നുള്ളത്. അവൻ്റെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാൽ വലിയൊരു കാര്യമാണ് അവനോട് പറഞ്ഞു വിടുന്നത്. കാരണം ശിഷ്യന്മാരെയും ഈ യേശുവിനെയൊക്കെ കൊല്ലുവാനായിട്ട് നോക്കി അന്വേഷിച്ച് നടക്കുകയാണ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ യേശുവിനോട് കൂടുന്നവരെയൊക്കെ ഉപദ്രവിക്കും എന്നുള്ളതറിയാം. എന്നാൽ ഈ വ്യക്തിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, അത്രയേ കർത്താവ് പറഞ്ഞോളൂ. അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. അവിടെ പെസഹ ശിഷ്യന്മാർ ഒരുക്കി എന്നാണ് വായിക്കുന്നത്. സന്ധ്യയായപ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിൽ ഇരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും സങ്കടമായി. അവർ കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ് ഈ 12 പേരും. 3.5 വർഷത്തോളം കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല, അവരുടെ മനസ്സിലൊന്നും തോന്നിയിട്ടില്ല. അതിൽ ഒരാളുടെ മനസ്സിൽ മാത്രമാണല്ലോ ഉള്ളൂ. എന്നാൽ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാനാണോ എന്നുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ യൂദ ചോദിച്ചു, കർത്താവിനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ചോദിച്ചു, ഞാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെ, നീ തന്നെ എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു. കർത്താവ് ഏതായാലും മരിക്കും. കർത്താവിൻ്റെ കൽപ്പന കർത്താവ് വന്നത് അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് വന്ന് കർത്താവ് അതനുഗ്രഹിക്കുന്നു. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്ന അവന് അയ്യോ കഷ്ടമെന്ന് കർത്താവ് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അങ്ങനെ അവർ അപ്പവും വീഞ്ഞുമെല്ലാം കുടിച്ച് പെസഹയൊക്കെ ആചരിച്ച് അവർ സ്തോത്രം പാടി സന്തോഷത്തോടെ ഒലിവുമലയ്ക്ക് പോയി. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ നമുക്ക് ആ വാക്യം പഠിക്കണ്ടേ? മത്തായി 26 അധ്യായത്തിൻ്റെ മത്തായി 26-ൻ്റെ എത്രാമത്തെ വാക്യമാണ്? മത്തായി 26 അധ്യായത്തിൻ്റെ 26, 27. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇതിൽ അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായി, യൂദ ദുഷ്ടനാണ് എന്നറിഞ്ഞിട്ടും കർത്താവ് അവന് ചാൻസ് കൊടുക്കുന്നു, അവനെ ശിഷ്യനായിട്ട് നിയമിക്കുന്നു. കർത്താവ് ഓരോരുത്തരും അവസരം നൽകുന്ന സ്നേഹവാനായ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, പട്ടണത്തിലുള്ള വ്യക്തിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല, എന്നാൽ യേശുവിനെ പൂർണ്ണമായി അനുസരിച്ച് അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ നമ്മെ ആരും കാണുന്നില്ല, അറിയുന്നില്ല എങ്കിലും കർത്താവിൻ്റെ കൽപ്പന നാം അനുസരിക്കണം. മൂന്നാമതായിട്ട്, മരിക്കുമെന്നറിഞ്ഞിട്ടും നമ്മൾക്ക് വേണ്ടി ജീവനെ സ്വന്തമായി കൊടുക്കുന്ന കർത്താവിൻ്റെ വലിയേറിയ സ്നേഹം നമുക്ക് കാണാം. നാലാമതായി, തിരുവത്താഴം എന്നത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും നമ്മൾക്കായി ചൊരിഞ്ഞ രക്തത്തിൻ്റെയും ഓർമ്മയാണ്.
അഞ്ചാമതായിട്ട് തന്നെ കാണിച്ചു കൊടുത്ത യൂതയെ കർത്താവ് വെറുക്കുന്നില്ല, ഉപദ്രവിക്കുന്നില്ല. അതുപോലെ നാമും ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചു, ഈ ലോകത്തിലേക്ക് വന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. കർത്താവെ, ആ കർത്താവിനെ വിശ്വസിക്കുന്നവർ ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളും കർത്താവിനെ പോലെ തന്നെ ഞങ്ങളും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിട്ട്, കർത്താവെ വെറുക്കുന്നവരായിട്ടല്ല സ്നേഹിക്കുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല ഷെയർ ചെയ്യണം, മാത്രമല്ല ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷൻ ഉണ്ടാകുമ്പോൾ അവിടെയും ആ ബട്ടണിലും കൈയമർത്തണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.